രാഗിൻ ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡാണ് നടത്തിയത്. അതിനെ തുടർന്നാണ് വീണ തൈക്കലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചത്. തുടർന്ന് നോട്ടീസ് അയച്ചു, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. വീണ തൈക്കലിൽ ആദ്യം അവധി ചോദിച്ചു. പിന്നീട് ബുധനാഴ്ച ഇഡിക്ക് മുമ്പിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയയായി. ഈ കമ്പനിക്കും വീണയ്ക്കും കിട്ടിയ പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആയിട്ടാണ് ഇ കാണുന്നത്. ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്ത പണമായിട്ടാണ് ഇ കാണുന്നത്. അങ്ങനെ അല്ല എന്ന് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം വീണ തൈക്കണ്ടിയിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ചോദ്യം ചെയ്യലിൽ കൺവിൻസിംഗ് ആയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമാവുന്ന വിധത്തിലുള്ള മറുപടികൾ നൽകാൻ വീണ തൈക്കണ്ടിയിലിന് കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഈ ലോക്കർ പരിശോധന അനിവാര്യമായത് ഏത് സാഹചര്യത്തിലാണ്? വീണയുടെ ലോക്കർ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഈ അന്വേഷണ ഘട്ടത്തിൽ വീണയുടെ ലോക്കർ പരിശോധിക്കുക എന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 12ഓളം ലൊക്കേഷനുകളിൽ വീണയുമായി ബന്ധപ്പെട്ടും CMRലുമായി ബന്ധപ്പെട്ടും ഇ റെയ്ഡ് നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വീണയോട് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരം ചില ആ റെയ്ഡിലെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള മറുപടി വീണയിൽ നിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് 242ഓളം അക്കൗണ്ടുകൾ, ആകെ 18.36 കോടി രൂപ അത് ഫ്രീസ് ചെയ്തിരുന്നു. ഇനി അത് കണ്ടുകെട്ടൽ നടപടികളിലേക്കൊക്കെ പോകണം. അതിൽ വീണയുടെ അക്കൗണ്ടും ഉണ്ടായിരുന്നു, അതിൽ HDFC ബാങ്കിലെ അക്കൗണ്ടും ഉണ്ടായിരുന്നു. അതുൾപ്പെടെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ലോക്കർ പരിശോധനയ്ക്ക് ഇ തയ്യാറെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇ കഴിഞ്ഞ ദിവസം വീണയെ വിളിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഹാജരായില്ല, രണ്ടാം ഘട്ടത്തിലെ സമൻസിന് ഹാജരായി. പക്ഷേ ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് വീണയുടെ മറുപടികൾ തൃപ്തികരമല്ല, പൊരുത്തക്കേടുകളുണ്ട്, ആഴത്തിൽ പരിശോധിക്കണമെന്നതാണ് ഇ നിലപാട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇല്ലാത്ത സേവനത്തിനാണ് ഇത്തരത്തിൽ ഈ CMRൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പണം വന്നിരിക്കുന്നതെന്ന SFIO റിപ്പോർട്ട് അടക്കമുണ്ട്. അതടക്കം ചൂണ്ടിക്കാണിച്ചുള്ള ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അപ്പോൾ എന്ത് സേവനത്തിനാണ് ഇത്രയധികം പണം വീണയ്ക്ക് ലഭിച്ചിരിക്കുന്നതെന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപചോദ്യങ്ങളാണ് പ്രധാനമായും വീണയോട് ഉണ്ടായത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഹാജരാക്കുന്നതിൽ വീണയ്ക്ക് പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ വീണയ്ക്ക് അതിന് കഴിഞ്ഞില്ല എന്നതാണ് ഇ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അല്ലാതെ താൻ നേരിട്ട് ഇത്തരത്തിൽ ചില ഉപദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പേഴ്സൺ ടു പേഴ്സൺ ബേസിസിൽ നൽകി എന്ന ഒരു മറുപടിയാണ് വീണ ഇഡിയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള മെയിലുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ അനിവാര്യമായിരുന്നു. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ എക്സാലോജിക് കമ്പനി നിലവിൽ പ്രവർത്തനത്തിലില്ല. ഈ CMRലുമായി ബന്ധപ്പെട്ട് ചെയ്ത ചില ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ സിസ്റ്റത്തിലാണുള്ളത് തുടങ്ങിയ മറുപടികളൊക്കെ തന്നെയാണ് വീണ പറഞ്ഞത്. പക്ഷേ എന്ത് സേവനത്തിന് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടി വീണയ്ക്ക് ഇഡിക്ക് മുന്നിൽ നിരത്താൻ കഴിഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് 2.78 കോടി രൂപയുടെ വിനിയോഗമാണ്. അത് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന ആംഗിളിലാണ് ഇഡി കാണുന്നത്. കാരണം ഒരുപാട് ഫേക്ക് എക്സ്പെൻസുകൾ അടക്കം തയ്യാറാക്കിക്കൊണ്ട് CMRൽ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്, അവിടെ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. അപ്പോൾ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. ആ പണം അതിൽ നിന്നാണ് വീണയിലേക്കടക്കം വിഹിതം പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഈ കരാറിന്റെ ഭാഗമായി തന്നെ പോയിരിക്കുന്നത്. അപ്പോൾ അത് ആ തുക പോയ വഴി മണി ട്രയലാണ്. അത് കണ്ടെത്തണം, അത് കണ്ടെത്തി കണ്ടുകെട്ടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇഡിക്ക്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള പരിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ വീണയ്ക്ക് ഇഡിക്ക് മുന്നിൽ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന്റെ ഭാഗവും കൂടിയായിട്ടാണ് ഈ പറയുന്ന ലോക്കർ പരിശോധന. അപ്പോൾ ഈ പണം, ഈ 2.78 കോടി രൂപ വന്നപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ അത് നേരത്തെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവിടെ അത് വച്ചിട്ടുണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഒരു ലോക്കർ പരിശോധനാ ഘട്ടത്തിൽ ആ ലോക്കർ ഹോൾഡറും അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇ സംഘം തിരുവനന്തപുരത്ത് രാവിലെ എത്തി. ഇ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് HDFC ബാങ്കിലെത്തിപ്പോൾ പരിശോധന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന നടപടിക്രമങ്ങൾ തന്നെയാണത്. ഇനി വീണ്ടും വീണയ്ക്ക് നോട്ടീസ് നൽകും. അത് വീണയോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും വരേണ്ടതായിട്ട് വരും. അത് ഒന്ന്, ഈ SFIO കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ അനുബന്ധ രേഖകൾ ഇ ചോദിച്ചിട്ടുണ്ട്. അത് കോടതി അനുമതിയായിരുന്നു. പക്ഷേ SFIOയിൽ നിന്ന് ഫിസിക്കലായി അത് ഇഡിക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. അത് അടുത്ത ദിവസം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അത് കിട്ടിയ ശേഷം ഈ വീണയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട്, അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു ചോദ്യാവലി വിശദമായി തന്നെ തയ്യാറാക്കി വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള സിവിൽ നടപടികൾ ഇതിന് ഭാഗമായിട്ടുണ്ട്. ലോക്കർ പരിശോധന, വിദേശ അക്കൗണ്ട് സംബന്ധിച്ചുള്ള പരിശോധന, ഇതടക്കം പരിശോധിച്ച് കുറേ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി വെച്ചുകൊണ്ടായിരിക്കും വീണയെ രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ വീണയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തീകരിക്കുന്നത്. ഇനിയുള്ള തുടർ ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയാകാം ഇത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ട്. അവരെ സംബന്ധിച്ച്
ഈ പരിശോധന കൂടി അനിവാര്യമാണ്. നേരത്തെ തന്നെ ലോക്കർ പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ തൈക്കണ്ടിലിന്റെ അക്കൗണ്ട്, ഈ ലോക്കർ HDFC ബാങ്കിലെ ലോക്കർ പരിശോധിക്കുകയാണ്. അക്കൗണ്ട് നേരത്തെ ഫ്രീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ ബാങ്കിലുള്ള ലോക്കറിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ്. കേന്ദ്ര സേനയുടെ കാവലുമുണ്ട്.